എല്ലാവർക്കും ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് പാരായണം ചെയ്യുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലെ സീതാന്വേഷണ ഉദ്യോഗം മുതൽ സമ്പാദിവാക്യം വരെയുള്ള ഭാഗങ്ങളാണ്. പാരായണം ചെയ്യുന്നവര് ശ്രീമതി ആനന്ദവല്ലി, ശ്രീമതി ഉഷ കെ നായർ, ശ്രീമതി പാർവതി മോഹൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചു തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ വാർത്തരുളേണമാതരാൽ, തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മാർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ, നാനാ സരിദ്വീപ ശൈല നിവാസികൾ, പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികൾ എത്രയും, ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ, ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമിവരിനി. കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ, കേജിൽ ദശഗജശക്തിയുള്ളോരുണ്ട്, കേജിതമിത പരാക്രമമുള്ളവർ, കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും, കേജിൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ, കേജിൽ കനക സമാന ശരീരികൾ, കേജന രക്താന്ത നേത്രം ധരിച്ചവർ, കേജന ദീർഘവാലന്മാരഥാപരെ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ, യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും, നിൻകഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട്, കവിബലം മൂലഫലദലപക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ, താവകാജ്ഞാകാരികളെന്നു നിർണയം. ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ, കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ, മഹാസത്വ പരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ, നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പുണ്ടവൻ,
മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാതി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ ബലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനിതൻ മമതാരാനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തെന്നിവരോട് അരുൾ ചെയ്യുക, വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിതം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു 4 ദിക്കിങ്കലും. 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയിത്തിരയണം. അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞിടൻ കണ്ടു വന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ് 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു പൂജിക്കണം. ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടുമിതം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്ന് ഭാഗവതോത്തമനു ഇരുന്നീടിനാൻ. ഇതം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുധനേനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു, മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പങ്ങളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്ന് നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രധനേനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം. നീളേ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവിപുക്ക് തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചര വീരനെ കണ്ട് വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്ത് കവിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്ന് മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാകൃതി. അന്ധകാരാരണ്യമാശു പൂക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണഗണച്ഛന്നമായൊന്നിതില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ. പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്ത് മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരിട്ടുകൊണ്ട് അന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചെന്നാരതീവ ദൂരം. തത്ര കണ്ടിതു മുന്നിലാം മാറതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. പാപികളുണ്ടു മണിമയ വാരിയാലാപൂർണകളായ അതീവ വിശദമായി
പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാ സമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുധനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യ എന്നുത്തമമായുണ്ടൊരു ഭൂതലെ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തിരു തമ്മിലന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടുവരികന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം ബുക്കിതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിക. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനിതാനും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ, പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തൽസഖി ജ്ഞാനിക നാംന സ്വയം പ്രഭ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രിയും എന്നോട് ചൊല്ലിനാൾ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമഭഗ്നിയെ കട്ടുകൊള്ളും അതിൻ ക്രൂരനായിടും ദശാനനക്കാലം. ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ. ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു.
നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു ചിത്രം വിചിത്രം. വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാൻ. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘൂപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവാ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലാമദ്ദൈവ നൂനം ഫലിതം രഘൂപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി. വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിർസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യാന്തഹീനം പരം. മായായവനിക ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമൗരഖ മർദ്ദിക്കയാൽ ഭൂമിയിൽ വന്നവ തീർന്നനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയെ കച്ചിൽ പുരുഷനറിയും സുകീർദിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണാതവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം. ജന്മമരണഭീത നാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യനിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കഞ്ചനാർത്ഥായ തേ നമ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമ. വേദാത്മകം കാമരൂപിണമീശാന ആദിമധ്യാന്ത വിവർജിതം സർവത്ര. മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും. ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ. ദേവതിദ്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപീയൂഷപാന സിദ്ധിക്കുന്നു. ചൊല്ലുന്നിതോ ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതോ ഭൂവി കോസല ഭൂപതി. തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സൃഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ. മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു.
ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനമെന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തുൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടെ കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാമവനു നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായ ഗുണബന്ധയാകയാൽ ചിന്മയമായ ഭവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണാധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതാമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലാവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേന ഹന്തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്ത ഭൃത്യേഷു സംഘം പുനരുൾപ്പുവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്യതം രാഘവം പീതവസ്ത്രം ബാണാസനധരം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകൂട കടകടി സൂത്രഹാര മകരമണിമയ കുണ്ഡല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗ്യദേവി നീ പോക ബദര്യാശ്രമസ്ഥലെ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമ വാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലെ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യയം. അങ്കദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. അങ്കദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പൊക്കൊഴിഞ്ഞു നടന്നു നാം ഏതും അറിഞ്ഞില്ല വാസരം പോയതും. മാസമതീതമായി വന്നതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നു താൻ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുധനയനാം എന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നില വന്നൊരു സമ്മതമെന്തുള്ള തന്നെ രക്ഷിച്ചതോ രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്തപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ. പാപി ദുരാത്മാവനെന്തൊരു താത്തതും
തൽപ്പാർ പാശുദേശേ ഗമിക്കുന്നതില്ല, ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം ബുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ, താരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടി വണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ, ഇംഗിതജ്ഞൻ നയ കോവിദൻ വാദജൻ അങ്കനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമില്ലതി ബന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ, തവ സാമർത്ഥ്യവും തിരുവള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതു ഇളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ, രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും, വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം, ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനൻ. ജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കല, ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു. വാനരൗഘം പറഞ്ഞില്ലയോ ചൊല്ലു നീ, രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയത്തെങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു, നിർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തേഴുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും, ദേവദ്വിജകുല ധർമ്മവിദ്വേഷവും, പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും, വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവാൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതും ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗത്സ്വരൂപൻ ഭുവി മാനുഷവേഷമായി പിറന്നിതായോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനായകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിങ്കലാത്ത പരായണൻ. ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ, വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ, ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും, പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചെന്നിയും, വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്കദനോടി വണ്ണം പവനാത്മജൻ മംഗല വാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാചലം പൊക്കു കാശ്യപിപുത്രിയെ നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പൊക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ. ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം. വൃത്താരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യകുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യമെന്തിനിച്ചേവതോ സന്തതമോർക്കനാം. ഗഹ്വരം പൊക്കു പരിഭ്രമിച്ചെത്തയും വിഹ്വലന്മാരായി കഴിഞ്ഞതോ മാസവും.
തണ്ടാലിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടീല കുത്രചിൽ സുഗ്രീവനും ദക്ഷിണദണ്ഡനത്രേ തുലോ നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. വൃദ്ധനായുള്ള സുഗ്രീവൻ മതിക്കയിൽ നിത്യോപവാസേന മൃത്യുപവിപ്പതു മുക്തിക്കു നല്ലു നമുക്ക് പാത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം. ഗർഭവിരച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്വയംപ്രഭയെ കാണുന്നത്. അപ്പോ ഈ സ്വയംപ്രഭ എന്നുള്ളത്, അപ്പൊ അവിടെ ഒരു ഗുഹയിൽ കയറാണ് എല്ലാവരും. അപ്പൊ ഇങ്ങനെ സ്വയംപ്രഭ എന്നുള്ളതിന് ആ സ്വയം പ്രകാശിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ നമ്മള് രാമായണം എന്താണ് പഠിപ്പിക്കുന്നത്? ജീവിതത്തിലെ ലക്ഷ്യം നഷ്ടപ്പെടുമ്പോ നിരാശപ്പെടരുത്. അപ്പോ ഭഗവാൻ നമുക്കൊരു സ്വയംപ്രഭയെ കാണിച്ചു തരും, ജീവിതത്തിലേക്ക് അയക്കും. അത് ചിലപ്പോ ഒരു ഗുരുവായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രഭാഷണമായിരിക്കും. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് വിനയത്തോടെ വിശ്വാസത്തോടെ ആ മാർഗദർശനം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് രാമായണത്തില് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഭാഗമാണ് എന്ന് ഗുരുനാഥന്മാർ പറയാറുണ്ട്. പക്ഷെ എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ രാമായണത്തില്. അപ്പോൾ എല്ലാം ഉൾക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്ന ആ മാർഗദർശനം ശരിയായി നമുക്ക് മനസ്സിലാക്കാനും ആ മാർഗത്തിൽ കൂടി ചരിക്കാനുമുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാമായണ പാരായണം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.